ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്വേത സെന്തിൽ. അപ്പം ഇന്നത്തെ ഒരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ശരിക്കും രാവിലെ എന്തെങ്കിലും ഉച്ചയ്ക്കത്തേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ദോശ ചമ്മന്തിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെച്ചൊരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഈസി ആയിട്ടുള്ളൊരു മന്തി. ഞാനൊരു യൂട്യൂബർ ചെയ്യുന്നത് കണ്ടതാണ്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. പ്രശ്നമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തീരും. അത് നമുക്ക് വേണ്ട സാധനങ്ങൾ മാജിക് ക്യൂബ്സ് ആണ്. മാഗിയുടെ സ്റ്റോക്കില്ലേ, അതിൻ്റെ ഒരു ക്യൂബാണ് വേണ്ടത്. പിന്നെ സാധാരണ നമ്മളിടുന്ന പോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, ഒരു ചെറിയൊരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ, അതായത് നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം കുറേശ്ശെ ഇടുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി വേണം, പിന്നെ ഇതിന് കുറച്ച് കളറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം എന്നാലും നമുക്ക് ആ മന്തിയുടെ ഒരു ലുക്കൊക്കെ കിട്ടുള്ളൂ. അത് സ്കിപ്പ് ചെയ്യേണ്ടതേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അങ്ങനെയാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ്. അപ്പോൾ കളർ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ആഡ് ചെയ്യേണ്ട. ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. കാരണം എന്ത് സാധനവും നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴാണല്ലോ അതിൻ്റെ പ്രശ്നങ്ങൾ വരിക. ഇപ്പോൾ വൺസ് ഇൻ എ വൈൽ ഒരു നൂഡിൽസ് കഴിച്ചെങ്കിലോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ നമ്മളൊരു കളർ ചേർത്തെന്നും പറഞ്ഞിട്ടൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. സ്ഥിരമാകുമ്പോഴാണ് എല്ലാം അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ കുറച്ച് കളറും കൂടി ചേർത്തിട്ടുണ്ട്. ആ ലുക്ക് വേണമല്ലോ ഫൈനലി. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പൗഡറാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പേസ്റ്റ് ചേർത്തില്ല. പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ പേസ്റ്റായിട്ട് ചേർക്കണം എന്നില്ല കേട്ടോ. ഇതന്നെ മതി. അപ്പോൾ ഇന്ന് ഹെൽപ്പറായിട്ട് എത്തിയിരിക്കുന്ന പിയ കുട്ടിയാണ് കേട്ടോ. പിയ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വന്ന് ഓരോ ഹെൽപ്പൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇന്നമ്മ ഞാനും കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ എൻകറേജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ചെറിയ ചെറിയ ജോലികൾ അവളും ചെയ്ത് പഠിക്കട്ടെ. പിന്നെ ഫൈനലി നമ്മളൊരു 10ാം ക്ലാസ് ആകുമ്പോൾ പിള്ളേരോട് പറയും, നിങ്ങളൊന്നും ചെയ്യൂല, നീ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ മടിച്ചായിട്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശീലിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അവളെയും കൂടെ എൻ്റർടൈൻ ചെയ്യാറുണ്ട്. അവൾ എന്ത് കാര്യത്തിന് വന്നാലും കൂടെ നിന്നോട്ടെ എന്ന് ഞാനും വിചാരിക്കാറുണ്ട്. ചില സമയത്ത് ദേഷ്യമൊക്കെ വരും കേട്ടോ, വഴക്കൊക്കെ പറയും, എന്നാലും വേണ്ടിയില്ല, കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ആദ്യമേ ചോറ് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പകുതി വേവ് ആയാൽ മതി. നമ്മൾ സെല്ല ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് തിളപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കുകയാണ്. ചെറിയൊരു പകുതി വേവ് മതി, ഫുൾ വേവണ്ട. അങ്ങനെ ഞാൻ അപ്പുറത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഇവിടെ ഒരു വലിയ ഫ്ലാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണികൾ, അപ്പോൾ എടപ്പള്ളി പള്ളി നമുക്ക് ഇവിടെ വെച്ച് കാണാമായിരുന്നു. അതിപ്പോൾ ഹൈഡായി ഈ ഫ്ലാറ്റ് വന്നപ്പോൾ. പക്ഷേ എന്താ ചെയ്യാനാ, നമുക്ക് ഫ്ലാറ്റിൻ്റെ അടുത്ത് പണിയരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നു. പിന്നെ നമുക്ക് ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഉണങ്ങിയ നാരങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഞാനത് ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ, 2 ഒന്നും ഇട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നേ ഇട്ടിട്ടുള്ളൂ. അത് വീഡിയോയിൽ അങ്ങനെ കണ്ടതാണ് കേട്ടോ, 2ആയിട്ട്. അങ്ങനെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വെളിച്ചെണ്ണ, വേറെ ടൈപ്പ് എണ്ണകളൊന്നും യൂസ് ചെയ്ത്, നമ്മുടെ വീട്ടിലാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. ഞാൻ കുക്കിങ്ങിനെല്ലാം സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെയ്യുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ കുറച്ച് മേടിച്ച് ഒരു 1/2 കിലോൻ്റെ ഒരു പാക്കറ്റ് എന്തോ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾക്ക് വേണ്ടി. അതിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം എനിക്കെന്തോ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതിനോടാണ് ഒരു സംതൃപ്തി, ടേസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നാറ്. അപ്പോൾ നമ്മുടെ വെന്ത ചോറ് ഇങ്ങോട്ട് ഇടുകയാണ്. പകുതി വെന്ത ചോറ് ഇങ്ങോട്ടേക്ക് ഇടുവാണ്. അപ്പോൾ ഇത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ച് നമ്മൾ സ്റ്റഫ് ചെയ്തിടരുത്. അത് ഇതിനാണെങ്കിലും നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴാണെങ്കിലും എന്നോട് ഏട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രേട്ടൻ എപ്പോഴും പറയും, കുത്തി നിറച്ച് നമ്മൾ പുട്ട് ഈ കുറച്ച് പൊടിയും കൂടെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് മാവും കൂടെ നനച്ചതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ആവി കൊണ്ട് അതിങ്ങനെ നല്ല ഫെദറി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല രസമായിട്ടത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കുറച്ച് സ്പേസ് ഇട്ട് ആ എയറിനൊക്കെ അതിൻ്റെ അകത്തൂടെ കയറാൻ, അല്ലെങ്കിൽ ആവിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പം അതേപോലെ തന്നെയാണ് ഈ മന്തിയുടെ കാര്യത്തിനും ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ടൈറ്റായിട്ട് കുത്തി നിറച്ച് അടിച്ച് ഒന്നും വെക്കരുത്, സ്പേസ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വാരി വിതറി കൊടുക്കുക, ഞെക്കി പൊട്ടിക്കരുത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കലക്കി ഒഴിച്ചത് കേട്ടോ, കളറിന് വേണ്ടിയിട്ടും ഒരു ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ടും. അപ്പോൾ ഒറ്റ വിസിൽ, കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ സംഭവം റെഡിയാണ്. കുറച്ചൊന്നും വെക്കണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ മയണൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം യൂഷ്വലി ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടാക്കുമ്പോൾ മയണൈസ് ഉണ്ടാക്കാറുണ്ട്. മേടിച്ചങ്ങനെ മയണൈസ് വെക്കാറില്ല, വെച്ചാലും ഇവിടെ ഇരിക്കുകയുള്ളൂ, കഴിക്കില്ല പിയൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം കുറച്ച് എണ്ണയും ഒരു വെളുത്തുള്ളി പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളയും കൂടെ അടിച്ചിട്ടാണ് മയണൈസ് ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കുക്കറിലെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ നമുക്ക് ചാർക്കോളൊക്കെ വെച്ചിട്ടൊന്ന് പുകച്ചൊക്കെ എടുക്കുമ്പോൾ ശരിക്കും ആ ഫ്ലേവർ കിട്ടും. പക്ഷേ ഈ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കൽക്കരി അല്ലല്ലോ അതന്നെ കൽക്കരിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ എവിടെ പോകാനാണ്, അതുകൊണ്ടാണത് നടക്കാഞ്ഞത്. അത് പറ്റിയില്ല. പക്ഷേ അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ നോക്കിയ ഒരു ഈസി മന്തി റെസിപ്പിയാണ്. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. ഈ സവാളയൊന്നും അരിയണ്ട, തക്കാളി വേണ്ട, അങ്ങനത്തെ ഒരു സാധനങ്ങളും വേണ്ട. അപ്പം ഈസിലി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഡെഫിനറ്റ്ലി. ആൻഡ് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യണേ. എല്ലാവരും അഭിപ്രായങ്ങളൊന്നും പറഞ്ഞേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി സൺഡേ, ഹാപ്പി വീക്കെൻഡ്. അടിപൊളിയായിട്ട് ആഘോഷിക്കൂ, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ശ്വേത സെന്തിൽ.